ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നൽകിയ ആയുസ്സിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായിട്ട് നന്ദി പറയാം. പലവിധമായിട്ടുള്ള ആവശ്യഭാരങ്ങളുടെ മധ്യത്തിൽ ഇത് എങ്ങനെ സാധിക്കും എന്നോർത്ത് വേദനപ്പെട്ടും മനസ്സിൽ അധികം സങ്കടത്തോടു കൂടിയും ഇരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നതിനായിട്ട് ഈ വചനം നമ്മെ സഹായിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം നിങ്ങൾ പല തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ അസാധ്യമാകുന്ന കാര്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കാം. ലൂക്കോസ് 18:27 അതിനു അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. മനുഷ്യർ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവത്താൽ സാധ്യമാക്കി കൊടുക്കുന്ന വിഷയങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുക. കടഭാരങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എങ്ങനെ വീട്ടുമെന്നോർത്ത് വേദനയോടെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും. ഓരോ ദിവസവും മാനസികമായിട്ട് അസ്വസ്ഥതപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ദൈവം അവിടുത്തെ ഗുപ്തനിധികളെ നമുക്ക് അയച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് കടത്തിൽ നിന്നൊരു വിടുതൽ ദൈവം നമുക്ക് നൽകും. അത് സാധിക്കുമെന്ന് വിശ്വസിക്കുക. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളുടെ വിവാഹം നടക്കുന്നില്ല, എങ്ങനെ നടക്കും എന്നോർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം അതിനൊരു മാറ്റം വരുത്തും. മദ്യപാനിയായിട്ടുള്ള ഭർത്താവിനോടുകൂടെ ജീവിച്ച് മതിയായി എന്ന് തോന്നുന്ന അവസ്ഥകളിൽ എങ്ങനെ ഇത് മാറ്റും എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തോട് പറയുക, ദൈവമേ എൻ്റെ ആവശ്യം ഇന്നതാണ്, എനിക്കത് മനുഷ്യരാൽ സാധിച്ചു തരില്ല, ദൈവം പ്രവർത്തിക്കണമേ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കണം. ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കേണ്ടതിനായിട്ട് ഒരു ജോലി ലഭിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മുൻപോട്ട് ജീവിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിലെ മുൻപോട്ടുള്ള ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം എല്ലാം സാധ്യമാക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ വചനവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് വായിച്ച് ആശ്വസിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നതിനാണ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഏത് മലകളെയും നീക്കാൻ തക്ക ശക്തിയുള്ളതാണ്. അതിന് ഈ വചനം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ സാധിക്കാത്ത വിഷയത്തിന്മേൽ, പലവിധമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക തർക്കത്തിന്മേൽ, അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു ഭൂമി വാങ്ങാനിടമില്ലാതെ കഴിയുന്ന ആളുകളെ ഓർക്കുന്നു. ഭവനം നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾക്ക് മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നവരെ, അല്ലെങ്കിൽ സ്വത്ത് തർക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നവരെ ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കും, ഇതെങ്ങനെ തങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നോർത്ത്, അല്ലെങ്കിൽ സാമ്പത്തികം മറ്റുള്ളവരിലേക്ക് കൈമാറിയിട്ട് തിരികെ ലഭിക്കാതെ അനേകം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഓരോ ദിവസവും വേദനയോടുകൂടി കഴിയുന്ന മനുഷ്യരെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. മനുഷ്യരാൽ അസാധ്യമെന്ന് തോന്നുന്ന ഏതു വിഷയവും ദൈവം സാധ്യമാക്കി തരും. അതിന് ഉറച്ച വിശ്വാസം വേണം, പ്രാർത്ഥന വേണം. ഓരോ ദിവസവും ഈ വചനം ഒരു 9 തവണയെങ്കിലും എഴുതി ദൈവത്തോട് നമുക്ക് കിട്ടുന്ന സമയമൊക്കെയും ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരുന്നാൽ അത്ഭുതങ്ങളെ ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അതിനു അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട് എങ്കിൽ ദൈവത്തോട് മനസ്സിൽ പ്രാർത്ഥിച്ച് നടക്കുക. ദൈവമേ, എൻ്റെ ഭൗതികമായിട്ടുള്ള ജീവിതത്തേക്കാൾ ഉപരി ആത്മീകമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ദൈവം സഹായിക്കണമേ, എല്ലാ വിഷയങ്ങളിൽ മേലും ദൈവം പ്രവർത്തിക്കണമേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു മുന്നേറാം. തങ്ങൾക്ക് നേരെ എതിരിടുന്ന ശത്രുക്കളുടെ മേലൊരു വിജയം തങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്, നിന്ദിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഉയർത്തുന്നതിനായിട്ട്
ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദിവസവുമുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തുക തന്നെ ചെയ്യും. വചനം വായിച്ചുകൊണ്ട്, വചനത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ഇന്ന് ഈ വചനം ഒരു 9 തവണയെങ്കിലും കഴിയുമെങ്കിൽ എഴുതുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.